അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് വെള്ളമില്ലാത്തത്. ഞാൻ ഇപ്പോഴാണ് കുളിച്ചത് പോലും. ഇപ്പോൾ ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ വെള്ളമില്ലായിരുന്നേ. അപ്പോൾ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, വെള്ളം തീർന്നു. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കഞ്ഞിക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം തീർന്നു. പിന്നെ ഒരു കണക്കിന് ഇവിടെ ഇച്ചിരി വെള്ളം പിടിച്ചു വെച്ചതുണ്ടായിരുന്നതിൽ ഇത്തിരി അച്ചിങ്ങ ഉണ്ടായിരുന്നത്, അത് മാത്രം അലത്തിയിട്ട് ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിച്ചത്. അപ്പോൾ ചോറ് ഇരിപ്പുണ്ട്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാത്രങ്ങളൊക്കെ നിരന്നിരിക്കണമായിരുന്നു കഴുകാനായിട്ട്, വെള്ളമില്ലല്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് വെള്ളമൊക്കെ എല്ലാം വന്ന് പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി കുളിച്ച്. ഇപ്പോഴത്തെ നമുക്കിനി കറിയൊന്നുമില്ല രാത്രിത്തൊക്കെ. അപ്പം അത് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം നമുക്ക് പരിപ്പുണ്ട്, ഉണക്കച്ചമ്മീൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ മോരുണ്ട്, തൈര് ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ കൊണ്ട് ഒപ്പിക്കാം. ഇത് മതിന് വേറെ എന്തിനാണല്ലേ. പരിപ്പ്, ഉണക്കച്ചെമ്മീൻ, മോരുചാറ് സൂപ്പർ അല്ലേ. നമുക്ക് ഇല്ല. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ഈ കറികളൊക്കെ കൊണ്ട് ഒപ്പിക്കാം. നാളെ നമുക്ക് ഇതിൻ്റെ വിഴുക്കുപാട് തീർക്കാം. കാരണം മീനില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണല്ലേ ചോറകത്തോട്ട് മാറ്റി. പക്ഷെ ഈ കറികളാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഉണക്കച്ചെമ്മീൻ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. പിന്നെ ഇതിപ്പോൾ കിഴി വരുമ്പോൾ ഇതൊരാൾക്ക് മൂക്കിലൊക്കെ മണക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇച്ചിരി കുളമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഇത്തിരി ഒരു കുഴച്ച് കഴിക്കാൻ വേണ്ടി പരിപ്പ് കൂടെ അൽത്താൻ നിർത്തും, പീസ് പരിപ്പ് അൽത്താം. പിന്നെ എന്താണ്, തൈര് താളിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ മോര് കാച്ചിയും എടുക്കാം. അപ്പോൾ നമുക്കിത് തുടങ്ങാം പണികളൊക്കെ. എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇട്ടില്ല. ഇന്നലത്തെ വീഡിയോയാണ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തത്. എനിക്കാണെങ്കിൽ ഈ അടുക്കള മേലെന്നാണെങ്കിൽ ഇല്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭ്രാന്താണ്. അതുമല്ല, വെള്ളം ഇല്ലെന്നാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ്. വെള്ളമില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കൂലല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടാകുന്നത് കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കിനി രാത്രിക്കൊക്കെയുള്ള പണികളൊക്കെ നോക്കാം. ചോറ് പൊരുത്തം പോലെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ളം തീർന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഉച്ചക്ക് പട്ടിണിയായി പോയത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പരിപ്പ് അടുപ്പത്തോട്ട് വെക്കാം. കടലപ്പരിപ്പും ഉണ്ട്, പീസ് പരിപ്പും ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കാം. ഒരെണ്ണം കവറിലും ഒരെണ്ണം ഇതിലും ഇട്ട് വെക്കും കേട്ടോ. രണ്ടിലും കൂടി പാത്രമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ കടലപ്പരിപ്പ് നമ്മൾ അങ്ങനെ വാങ്ങൽ കുറവാണ്. വല്ലപ്പോഴും ഒന്ന് താളിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ വാങ്ങും. അപ്പൊ ഒരു വട്ടം വെച്ചിട്ട് ബാക്കിയൊരു ശീലമുണ്ട്. പീസ് പരിപ്പ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, സാമ്പാർ ഉണ്ടാക്കാനും പിന്നെ എന്തെങ്കിലും തേങ്ങ അരച്ചൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും വേണമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ഇവിടെ പരിപ്പ് ആളിനും ആമിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പരിപ്പ് താളിച്ചത്. ഒരു കുഞ്ഞു സാമ്പാർ വെക്കാനുള്ള പരിപ്പിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഞാൻ താളിക്കാൻ വേണ്ടി എടുത്ത് നമുക്കിത് കഴുകി അടുപ്പത്താക്കാം. അപ്പോഴേ പരിപ്പ് ദേ മുഴുവനും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാണ്ടായപ്പോഴാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയണത്. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലേ പറയണത്. വെള്ളം ഒരുപാടുള്ളപ്പോൾ നല്ല ലാവിഷായിട്ടിരുന്ന് പൈപ്പ് തുറന്നു വെച്ച് ഭയങ്കര കഴുകലും പെറുക്കലൊക്കെ ആയിരിക്കും. വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ സൂക്ഷിച്ച് പെരുമാറും. പണ്ട് ഈ പൈപ്പിൻ ചോട്ടിലൊക്കെ പോയി വെള്ളം എടുക്കുന്ന സമയത്തേ പണ്ടൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേക്കും ഇങ്ങനെ കൈ കൊണ്ടൊരു ചട്ടിക്കകത്ത് വെള്ളം വെച്ച് വെച്ചും പാത്രം കഴുകണത് ഇങ്ങനെ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ കോരിയാണ് നമ്മൾ ഓരോ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, പൈപ്പ് അങ്ങോട്ട് തുറന്നാൽ മതി, സ്വിച്ച് ഇട്ടാൽ മതി. പിന്നെ മോട്ടർ അടിച്ച് വെള്ളം അങ്ങോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പെരുമാറലാണ്. പണ്ട് പൈപ്പിൻ ചോട്ടിൽ പോയി എടുക്കുമ്പോൾ ഈ പെരുമാറലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരിപ്പെല്ലാം കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതേ ഒരു സവോള അരിഞ്ഞെടുക്കണം, പച്ചമുളകും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കണം. ഞാനിവിടെ ചെറുപയറും പയറാണെങ്കിലും കടലയാണെങ്കിലും പരിപ്പാണെങ്കിലും ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ സവോളയും പച്ചമുളകും ഇടും. പരിപ്പിനാണെങ്കിൽ സവോളയും പച്ചമുളകും ചേർക്കും. കടലക്കാണെങ്കിൽ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ടാണ് വേവിക്കാറ്. പരിപ്പിന് പിന്നെ നമ്മൾ ഞാനിവിടെ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ. ഇഞ്ചി ചേർക്കുമോ പരിപ്പിന് എനിക്കറിയില്ല, പക്ഷെ നമ്മളിവിടെ ചേർക്കാറില്ല. അപ്പം ഇതേ പരിപ്പിൽ സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം ഞങ്ങളിവിടെ പരിപ്പ് വയ്ക്കുമ്പോഴത്തേക്കും ഇല്ലേ, സ്കൂളിൽ പിള്ളേർക്ക് ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വേവ് നിർത്തിയിട്ട് പരിപ്പിങ്ങനെ എന്താ പറയുക, നല്ല മണിമണി പോലെ ഇരിക്കണത് പോലെ എടുക്കും. എന്നാലും വെന്തിട്ടുണ്ടാവും കേട്ടോ. അല്ലാതെ നമ്മൾ വീട്ടിലത്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ പരിപ്പിങ്ങനെ എന്താ പറയുക, പായസം പോലെ ഞാനിവിടെ വെച്ചെടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അതും കൂട്ടി ചോറ് ഇട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് അത് കാണുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും. എന്നാലും നമ്മളിവിടെ അത് പരിപ്പ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അത് പായസം വെക്കും, പരിപ്പ് പായസമായിട്ട് കഴിക്കാം. അതേപോലെയാണ് ഇവിടെ പരിപ്പ് ഞാനിവിടെ എടുക്കണത് കേട്ടോ.
ഇനി നമുക്ക് ആ ഉണക്കച്ചെമ്മീൻ അങ്ങോട്ട് കിള്ളിയെടുക്കട്ടെ. പിന്നെ എന്തോരമാണെന്ന് അറിയാൻ പാടില്ല. ചേട്ടൻ വാങ്ങിക്കണമെന്ന് 60 രൂപയാണെന്ന് പറഞ്ഞു. 50 ഗ്രാമാണോ 100 ഗ്രാമാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്താണ് ആലു 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 പിച്ച എന്തിനാണ് കൊച്ചിനെ തലൊക്കെ അടിച്ചോണ്ട് അതൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ. താരാട്ട് ഞങ്ങൾ വരുമ്പോ പിച്ച രണ്ടും കൂടെ നേരെ നോക്കിയാ കീരിയും പാമ്പുമാണ് കേട്ടോ. അപ്പടിയെ തല്ലുപിടുത്തമാണ്. പഠിക്കാനിരിക്കുന്നിടക്ക് പഠിത്തം നിർത്തി TV വെക്കും. അപ്പോൾ ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ടാലും. അപ്പോൾ രണ്ടുപേരും കൂടി അതിന് മുമ്പ് കുറച്ച് നേരം ഞാൻ ആമിക്കുട്ടിനെ ഇരുത്തി പഠിപ്പിച്ചതാണ്. അപ്പോൾ ആലും എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ ആളും ബുക്കുമായിട്ട് വരും. പിന്നെ TV വെക്കുമ്പോഴത്തേക്കും ആലു റിമോട്ട് എടുക്കുമ്പോൾ ആമിക്ക് വേണം. അപ്പോൾ ഇയാൾ ഈ ചാനൽ വെക്കും, അടുത്ത ആൾക്ക് വേറെ ചാനൽ കാണും. അപ്പോൾ തല്ലുപിടുത്തും. അപ്പോൾ ഞാൻ പറയും TV അങ്ങോട്ട് ഓഫാക്കാൻ പറയും. അങ്ങനെ TV ഓഫാക്കി കുറച്ച് നേരം പഠിക്കും. അത് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ പിന്നെയും കൂടും. അത് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ചോദിക്കും അമ്മ TV വെച്ചോട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും പറയും TV വെക്കാൻ. ഇതൊക്കെ തന്നെയുണ്ട്. രണ്ടും കൂടി തല്ലുപിടുത്തണം. എപ്പോഴും ഒരു വടിയും പിടിച്ച ഒരാൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ അതേ ഉണക്കച്ചെമ്മീനെല്ലാം ഞാൻ കിള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ 2 ദിവസം മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ജോലിക്ക് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ജോലിക്ക് ഇവളെ കിട്ടിയാൽ മതിയായിരുന്നു വീട്ടു ജോലിക്കെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ വീട്ടു ജോലി അത്ര വലിയ മോശപ്പെട്ട ജോലിയാണ്? ഇപ്പോൾ വീട്ടു ജോലിയാണെങ്കിലും ഇപ്പോൾ വലിയ ഉദ്യോഗമാണെങ്കിൽ പോലും എനിക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റൂല. പിള്ളേരിട്ടിട്ട് എനിക്ക് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റില്ല. അതാണ് ഞാനൊരു ജോലിക്ക് പോലും പോകാത്ത. കാരണം ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് പിള്ളേരെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. പിന്നെ ഈ വീട്ടു ജോലിക്ക് വിളിച്ച ആൾ അത് കളിയാക്കി പറഞ്ഞതാണെന്ന് എനിക്കറിയാം. വീട്ടു ജോലി അത്ര മോശപ്പെട്ട ജോലിയൊന്നുമല്ലല്ലോ. കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നല്ലല്ലോ പോണത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ വീട്ടു ജോലിക്കാണല്ലോ പോണത്. അത് പറയാനായിട്ട് എനിക്കൊരു മാന്യത കുറവില്ല. അപ്പോൾ വീട്ടു ജോലി അത്ര കുറച്ചിലുള്ള ജോലിയൊന്നും അല്ല കേട്ടോ. എല്ലാവരും ഇവിടെ ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ വീട്ടു ജോലി എന്ന് പറയുമ്പോൾ അയ്യേന്ന് ചില ആൾക്കാരട്ടോ, എല്ലാവരും ഒന്നുമല്ല. ചില ആൾക്കാർക്കൊരു ഒരു ഇഷ്ടക്കേട് പോലെ ഉണ്ടാവും. വീട്ടു ജോലിക്ക് പോകുന്ന ആൾക്കാർ അത്ര വലിയ അതമ്പതിച്ച് കിടക്കാനുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അയാളത് എന്തുദ്ദേശിച്ചാൽ പറഞ്ഞതെന്ന് എനിക്കത് മനസ്സിലായി. കാരണം നമ്മൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഉണക്കച്ചെമ്മീൻ ഒരുപാട് വെള്ളത്തിൽ കഴുകരുത്. കാരണം അത് അലുത്ത് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കഴുകി മാറ്റണം. ഉള്ളി നമുക്ക് കഴുകി എടുത്തിട്ട് ഉണക്കച്ചെമ്മീന് വേണ്ടത് ചതച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മോര് കാച്ചാൻ വേണ്ടി ഇച്ചിരി അരിഞ്ഞെടുക്കണം. പരിപ്പ് തളിക്കാൻ വേണ്ടി ഇച്ചിരി അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോകാറുണ്ടെങ്കിൽ അങ്ങനെ പോകും. അല്ലാതെ എന്നെ ഇവിടെ ആരും ഒന്നും കെട്ടിപ്പൂട്ടിട്ടിട്ടില്ല. നീ അടുക്കളയിൽ തന്നെ കിടന്നാൽ മതി, ഒരിടത്തും പോകാൻ നിൽക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പുറത്ത് പോകാറുണ്ട്. പിന്നെ അതെല്ലാം വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കണമെന്നൊന്നും ഒരു നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ആവശ്യമുള്ളത് കാണിക്കും, ആവശ്യമില്ലാത്തത് കാണിക്കില്ല. എനിക്ക് വീഡിയോ എടുത്ത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാനത് വീഡിയോ എടുത്തിടും. പിന്നെ എല്ലാവർക്കും നമ്മൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ അതെൻ്റെ ആൾക്കാർക്കാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ പോലും ചിലവർക്ക് ക്യാമറയുടെ മുമ്പിലൊക്കെ വരാനായിട്ട് ഇഷ്ടക്കുറവുണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ മാനിക്കണ്ടേ. ഇപ്പം നമുക്കിപ്പോൾ ഒരു ചാനൽ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്നും എടുത്തിടാത്തത്. അതുമല്ല, എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് യൂട്യൂബ് ചാനലിൽ പറഞ്ഞ് അങ്ങനെ റീച്ച് ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ സന്തോഷങ്ങൾ മാത്രം കാണിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ദുഃഖങ്ങൾ ഇവിടെ വന്നിട്ട് കാണിച്ച് എനിക്ക് കുറേ വ്യൂസിനെ കൂട്ടാനൊന്നും ഒരു താല്പര്യവും ഇല്ല. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ആ കാര്യത്തിലോട്ട് കിടക്കാം. എൻ്റെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പായസം പോലെ വേവിച്ചെടുക്കുമെന്ന്. അതേപോലെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു. ഉണക്കച്ചെമ്മീനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ മോര് കാച്ചാനും പരിപ്പ് താളിക്കാനും വേണ്ടിയുള്ള കുറച്ച് ഉള്ളി എടുത്ത് നമ്മൾ ആ പൊളിച്ചതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ കത്തി പിടിച്ചിട്ട് ഇങ്ങനെ അരിയാനായിട്ടാണ് കേട്ടോ സുഖം. ചിലവർ അരിയണ കാണാം ഇങ്ങനെ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചും കത്തി ഇങ്ങനെ ചീകിടുന്നു. ഞാൻ വിചാരിക്കോട്ടെ ദൈവമേ വിരൽ കട്ട് ചെയ്ത് പോകുമെന്ന്. കാരണം അവർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്ത്. പക്ഷെ ഞാനങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. വീഡിയോയുടെ മുമ്പിലല്ല, അല്ലാതെയൊക്കെ ഞാനിങ്ങനെ നമ്മൾ ചെയ്യണ സമയത്തെ സ്പീഡിൽ ഇങ്ങനെയൊക്കെ അരിയാൻ നോക്കും. പക്ഷെ നമ്മുടെ കത്തി ആ ഭാഗത്തുനിന്ന് അനങ്ങുക പോലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയാനും എനിക്ക് അത്ര വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പതിയെയാണ് അരിയണത്. പിന്നെ ഞാനത് കുറച്ച് സ്പീഡാക്കിയിട്ട് നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പ് തളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ പരിപ്പ് ചതച്ച മുളകില്ലേ, തൊണ്ട ഇടണം.
ചതച്ച മുളകിട്ടും താളിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പായസം പോലെ പാപ്പം പോലെ വേവിച്ചെടുത്തേക്കണ കൊണ്ടിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് മുരിച്ചെടുക്കുന്നത്. ഈ പാപ്പം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേർക്ക് അത് മനസ്സിലാവണല്ലോ. പാപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പാപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അർത്ഥമുണ്ട് നമ്മുടെ ഇവിടെ. പാപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുങ്ങൾക്ക് ചോറ് കുടിക്കുമ്പോൾ ഇങ്ങനെ പറയില്ലേ, പാപ്പം കഴിക്കുക എന്ന് പറയും, അതായത് ചോറ് കഴിക്കുക പറയും. പിന്നെ അതുപോലെ തന്നെ ഈ വെന്ത് കലങ്ങി അങ്ങോട്ട് പോകൂലേ, വെന്ത് കലങ്ങി പോണതിന് നമ്മളങ്ങനെ പറയും പാപ്പം പോലെ ആക്കി കളയരുതെന്ന്, അതായത് വെന്ത് കലക്കി കളയരുതെന്ന്. ഈ പരിപ്പ് ഒരുപാട് വേവിച്ചൊക്കെ അതിങ്ങനെ ഇരിക്കുമ്പോൾ കട്ടയായിട്ട് വരും. കാരണം അപ്പോൾ അത് കൊണ്ടിട്ട് ഞാനൊരല്പം വെള്ളം അതിൽ ഒഴിച്ച് ചുറ്റിച്ചിട്ട് നമ്മുടെ ചട്ടറാത്തോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഒന്നത് ഇളക്കി കൂട്ടുമ്പോഴത്തേക്കും പരിപ്പ് സെറ്റ്. എനിക്കാണെങ്കിൽ പരിപ്പും മോര് കാച്ചിയതൊന്നും വേണമെന്നില്ല കേട്ടോ. ഉണക്കച്ചെമ്മീൻ മാത്രം മതി, എനിക്കത് മാത്രം മതി കേട്ടോ ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട്. ഇവിടെ പക്ഷേ ഇവർക്ക് ചാറ് കറിയൊക്കെ എന്തെങ്കിലുമായിട്ടൊക്കെ വേണം. പിന്നെ ഈ പരിപ്പ് മതി കുഴച്ചിങ്ങനെ കഴിക്കാം. പക്ഷേ നമ്മുടെ ചേട്ടൻ തൈരിൻ്റെ ആശാനാണ് കേട്ടോ. തൈര് ഇഷ്ടം പോലെ കുടിക്കും. തൈര് ചോറിലിട്ട് വെറുതെ കുഴച്ച് കഴിക്കും, ചപ്പാത്തിനൊപ്പം കഴിക്കും. എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എന്ത് മീൻകറി ഉണ്ടെങ്കിൽ പോലും ആ ഒരു തൈര് ഉണ്ടെങ്കിൽ അതൊഴിച്ചങ്ങോട്ട് കഴിക്കും. പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. ഞാൻ തൈരിൻ്റെ ആ വശത്തോട്ടേ തിരിഞ്ഞു നോക്കൂല. എനിക്ക് എന്തോ പോലെയാണ്. ഞാൻ തൈര് കഴിക്കും, ഇങ്ങനെ ഇതുപോലെ മോര് കാച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും. പിന്നെ പുളി ഉണ്ടെങ്കിൽ ഞാൻ തൊടൂല കേട്ടോ. പുളി എനിക്ക് അങ്ങനെ ഇഷ്ടമേ അല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പുളിയുള്ള തൈരാണെങ്കിൽ ഞാൻ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കൂല. അങ്ങനെ പരിപ്പ് കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഉണക്കച്ചെമ്മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം. അപ്പോൾ ഇടികല്ലിലോട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഉള്ളി ഇത്ര കാര്യമായിട്ട് പൊളിച്ചെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഉള്ളി കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ടിട്ടാണ്. പൊടിക്കാച്ച ഉള്ളിയാണെങ്കിൽ എനിക്ക് മടിയായിരിക്കും കേട്ടോ പൊളിക്കാൻ ഇത്രയൊക്കെ. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുക്കുമ്പോൾ ഒരു ഇച്ചിരി ഉള്ളി മൊരിയിച്ചത് കൂടുതലുണ്ടെങ്കിൽ ചോറിൽ കൂട്ടി കുഴക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ കുഴഞ്ഞ് പരുവത്തിൽ കിട്ടും. ഈ ഒരു സംഭവം കണ്ടോ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ആഹാ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. പിന്നെ അതുപോലെ തന്നെ മൊരിയിച്ചെടുക്കാം കേട്ടോ. ഉപ്പുമുളക് ഞാൻ ഇതുപോലെ മൊരിയിക്കാറുണ്ട്. എണ്ണയിലിട്ടിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഇതിട്ടിങ്ങനെ നല്ലതുപോലെ മൊരിയിച്ചെടുക്കും. പിന്നെ ഒരു മുട്ട വറുത്തതും കൂടെ ഉണ്ടെങ്കിലില്ലേ ആഹാ അടിപൊളി. പണ്ടൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യും കണക്കൂല കേട്ടോ. എപ്പോഴും ഇത് തന്നെ പണിയായിരിക്കും. അപ്പോഴില്ലേ എന്താ പറയണമെന്ന് അറിയാമോ, എൻ്റെ അമ്മ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അമ്മ ഒരു വാക്ക് പറയും കേട്ടോ, എടി അമലേ മുളക് തൂറി ചാകുമെന്ന് പറയും കേട്ടോ എപ്പോഴും ഈ എരിവ് കഴിക്കുമ്പോഴത്തേക്കുമേ. പിന്നെ ഒരിടയപ്പോഴത്തേക്കും ഞാനത് നിർത്തിയിട്ടാ. പിന്നെ ഇടയ്ക്കൊക്കെയാണ് ഈ വക പണിയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതേ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണക്കച്ചെമ്മീൻ വറക്കാൻ വേണ്ടി ഞാൻ മൺചട്ടിയില്ലേ, നമ്മുടെ കുഞ്ഞ് മൺചട്ടിയുടെ ചീനച്ചട്ടിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്കത് ഇനി ഉണക്കച്ചെമ്മീൻ വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപ്പുമീൻ വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെയാണ് ഉപ്പുമീൻ വറുക്കാറ്. പ്രത്യേകിച്ച് നങ്കുപ്പുമീനൊക്കെ ഇതേപോലെ വറുക്കും. പിന്നെ ബ്രാല്, പിന്നെ അതുപോലെ തന്നെ ചൊറകൊക്കെ ഇച്ചിരി കോളമല്ലോ ഉണ്ടാവുള്ളൂ. പൈസ കൂടുതലാണ്, പക്ഷേ 1-2 കഷ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് ഞാനതൊക്കെ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങ ഏതാണ് ചൊറകുപ്പീൻ ഏതാണെന്ന് മനസ്സിലാവില്ല. രണ്ടും കൂടെ ഒപ്പം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കേ. അപ്പോൾ അത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉപ്പ് പുരട്ടാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ കഴുകിയെടുത്തതിൻ്റെ അകത്തോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് രണ്ടും കൂടെ ചെറിയ തീയിലിട്ട് മൊരിയിച്ചെടുക്കാം. ഇവിടെ ചേട്ടന് ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. പിന്നെ തീ ഒരുപാട് ഇട്ട് അത് കരിഞ്ഞു പോകും. മൊരിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനും വഴക്ക് പറയും. മൊരിയാണ്ട് കിടത്തുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടിട്ട് മൊരിയിച്ചെടുക്കണമെന്നാണ് ഇഷ്ടം. അതും അല്ല, നമ്മൾ ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ മൊരിയിച്ചാണല്ലോ എടുക്കുകയുള്ളൂ. പൂച്ചയെ നമ്മൾ അടുക്കള വാതിൽ തുറക്കുമ്പോൾ ഓടി വരും കേട്ടോ. ഇത് എവിടെ നിന്ന് എങ്ങനെയൊക്കെ എത്തണം എന്ന് അറിയാൻ പാടില്ല. മീനുണ്ടെന്ന് ഓർത്ത് ആൾ വന്നതാണ്, പക്ഷെ നമുക്കിന്ന് മീനൊന്നുമില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് പോകണേണ് ആ കാണുന്നത്. പിന്നെ ഒരു ഇച്ചിരി ഉണക്കച്ചെമ്മീൻ്റെ തല ഞാനവിടെ പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് മണത്തും നക്കിയൊക്കെ കഴിക്കാനുണ്ട്. കഴിക്കുമോയെന്ന് അറിയാൻ പാടില്ല. കഴിച്ചില്ലെങ്കിൽ അത് എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പേപ്പറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്കും ആ കുഞ്ഞിപ്പൂച്ചയും വന്നു കേട്ടോ. ഞാൻ അവിടെ പോയി സ്റ്റൂൾ വിട്ട് ഇരുന്ന കാര്യമേ, നമുക്ക് മോര് കാച്ചാൻ വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണമായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനി ഇത് മൊരിഞ്ഞ് വരട്ടെ, ചെറിയ തീയിലിട്ടേക്കാനുള്ള. അപ്പം അന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് മൊരിഞ്ഞൊരു നേരം കൊണ്ട് അത് പൊളിച്ചെടുക്കാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ പോയിരുന്ന് അതൊക്കെ പൊളിച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട്
നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയില്ലേ, ഉള്ളിയും മുളകും ഉപ്പ് അത് അതിൻ്റെ ആ ഒരു കൂട്ടായിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയ തീയിലിരുന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പച്ചയോടെ കൂടെ കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ചെറിയ തീയിലിരുന്ന് നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ റെഡിയായി. അപ്പോൾ അതിൽ ഇത് എരിവിട്ടത് കൊണ്ടിട്ട് പിന്നെ മുളക് പൊടി ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നമുക്ക് ചതച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് കേട്ടോ ഉള്ളിൽ ചതച്ചെടുത്തത്. ചതച്ചമുളക് ഒരു ഇത്തിരി ഉണ്ടായിരുന്നു. ചതച്ചമുളക് ഇട്ട് വറുത്താലും ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചതച്ചമുളക് എൻ്റെ അടുത്ത് തീർന്നു, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ മുളക് പൊടിയും ചതച്ചമുളകും കൂടി ഒപ്പം ഇട്ടത്. അപ്പോൾ ഇതിന് ഇത്തിരി എരിവില്ലാത്ത ഉണക്കച്ചെമ്മീൻ നമ്മുടെ ആമിക്കുട്ടിക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഉണക്കച്ചെമ്മീനെ ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രം അതിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ വടിഞ്ഞ് മാറ്റിയിട്ട് ഒരു കയ്യിൽ ചൂട് ചോറും കൂടി ഇട്ടിട്ട് കുഴച്ചങ്ങോട്ടൊരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്വർഗം മാമാ സ്വർഗം. എനിക്ക് മീൻകറി ഇല്ലെങ്കിൽ നമുക്ക് ചോറിറങ്ങൂല. പിന്നെ മീൻകറി ഇല്ലാതെ ഉള്ളപ്പോഴത്തേക്കും പിന്നെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ട് ഇതൊക്കെ. ഉണക്കച്ചെമ്മീൻ, പിന്നെ എനിക്ക് കടലക്കറി ഇഷ്ടമാണ്. എനിക്ക് പച്ചക്കറികൾ പിന്നീടാണ് താല്പര്യം. പച്ചക്കറികളൊക്കെ ഞാൻ പിന്നെ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കാനാണ്. ഈ മീൻകറിയുടെയൊക്കെ കൂട്ടി സൈഡായിട്ട് കഴിക്കാനൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കിനി മോര് താളിച്ചെടുക്കാം. പരിപ്പ് ഉണക്കച്ചെമ്മീനൊക്കെ ആയിട്ടുണ്ട്. മോര് താളിക്കാനായിട്ട് ഞാൻ കുറച്ച് പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒഴിച്ച തൈരിൻ്റെ പകുതി എടുത്ത് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പിട്ട് കലക്കാനുണ്ട്. ഞാൻ ഉപ്പ് ഇടാൻ വേണ്ടി മറന്നുപോയി. പിന്നീടാണ് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് തൈര് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ പാക്കറ്റോട് കൂടി തന്നെ കുറച്ച് തൈര് അതിൽ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുണ്ട് ഞാനിപ്പോൾ ഈ മോര് താളിച്ചെടുക്കണത്. നമുക്ക് നമ്മുടെ ഉരുളൻ ചട്ടി ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ മോര് കാച്ചാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നതും തൈര് ചാറുണ്ടാക്കുന്നതും മോര് കാച്ചുന്നതൊക്കെ. ഇതിൽ ഞാൻ പിന്നെ വേറെ ഒരു വക സാധനങ്ങളും ചെയ്യാറില്ല കേട്ടോ. പിന്നെ അത് ചെയ്യാനും വേറെ ഒന്നും പറ്റുമൊന്നുമില്ല, കാരണം അതിങ്ങനെ കുഴിവെള്ള ഉരുണ്ടിരിക്കണ ചട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനത്തെ ചാറ് കറികളൊക്കെ ഞാൻ ഇതിൽ വയ്ക്കും. പിന്നെ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് മൺചട്ടി. മറ്റേത് ചട്ടികളൊക്കെ ആട്ടും നമ്മുടെ കുറച്ച് ആരോഗ്യത്തിനായിട്ടൊക്കെ നല്ലത്. കാരണം പാചകം ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൺചട്ടികളിൽ വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതിനനുസരിച്ച് ഗ്യാസും നമ്മുടെ ചിലവാകുമേ. ഈ ചട്ടി ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഗ്യാസ് വേണം. കുറച്ച് താമസം ഉണ്ടാവും ഈ മൺചട്ടികളൊന്ന് ചൂടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ചടപടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പലവാണിയത്തിന് ഒരു ചട്ടി കൂടെ വാങ്ങാൻ വേണ്ടി പോയിട്ട് ചേട്ടൻ എൻ്റെ വഴക്ക് പറഞ്ഞ് മേടിപ്പിച്ചില്ല. അത് നല്ല പിടിയുള്ള ചട്ടിയായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ ഈ എന്താ പറയുക, പിടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളില്ലേ, അതേപോലത്തെ തന്നെ നല്ലൊരു ചട്ടി, നല്ല കുഴിയുണ്ടായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചേട്ടനത് വാങ്ങിപ്പിച്ചില്ല. അപ്പോൾ ഞാൻ ആ ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചു ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം അവസാനമാണ് ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്കിനി അതിലോട്ട് മഞ്ഞൾ പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൺചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ട് പട്ടപ്പട്ടാന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോ പണികൾ ചെയ്തില്ലെങ്കിലില്ലേ കരിഞ്ഞ് പുകഞ്ഞിരിക്കും. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് അതൊന്ന് മൂപ്പിച്ച് നമുക്കിനി നമ്മൾ ആ തൈര് വെള്ളം ചേർത്ത് കൂട്ടി വെച്ചിരിക്കുന്ന തൈരില്ലേ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈര് ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടേ നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫാക്കാം കേട്ടോ. കാരണം അത് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വേറെ തൈര് വേറെ ആയിട്ട് കിടക്കും, പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതെ മൺചട്ടിയാണ്, ഞാൻ പറഞ്ഞില്ല ചൂടിങ്ങനെ നിൽക്കും ഭയങ്കരമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്കത് അടുപ്പത്തുനിന്നും കൂടി ഇറക്കി നിലത്തോട്ട് വയ്ക്കാം കേട്ടോ. നിലത്തോട്ടല്ല, നമ്മൾ സ്ലാബിൻ്റെ പുറത്തേക്ക് വയ്ക്കാവേ. അങ്ങനെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനിവിടെ തലയിലെ ഭാണ്ഡം അഴിച്ചിട്ടില്ല, കാരണം ഞാൻ മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മുടി വീഴും. അപ്പോൾ ചേട്ടൻ വഴക്ക് പറയും. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ തലയൊക്കെട്ട് അങ്ങനെ തന്നെ വെച്ചേക്കണത്. അങ്ങനെ കറികളൊക്കെ റെഡിയായി അതൊക്കെ എല്ലാം ഒരു പാകത്തേക്ക് മാറ്റി വെച്ച ശേഷം കുറേ പാത്രങ്ങളുണ്ട് നമുക്ക് കഴുകാനായിട്ടേ. അപ്പോൾ നമുക്കതെല്ലാം കഴുകി അവിടേക്കൊന്ന് തൂത്ത് ക്ലീനാക്കിയിട്ടിട്ട് അടുക്കളയിൽ കൂട്ടി നമുക്ക് ഇറയത്തോട്ട് പോവാം. പാത്രം അതിനിടയ്ക്കൊക്കെ ഞാൻ ഒരിച്ചിരിയൊക്കെ കഴുകിയൊക്കെ മാറ്റിയത് കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ കുക്കറ് കാര്യങ്ങളൊക്കെ ഞാൻ സാവകാശമേ കഴുകിയെടുക്കുള്ളൂ, കാരണം അതിൻ്റെ കുക്കറൊക്കെ നല്ലതുപോലെ വൃത്തിക്ക് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കഴുകിയില്ലെങ്കിൽ അഴുക്കുകളൊക്കെ അവിടെ പിടിക്കും. മറ്റേ നമ്മൾ ഒഴുക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് സോപ്പിട്ടാൻ കൂടെ കഴുകി തേച്ച് വെക്കും കേട്ടോ. കുക്കറൊക്കെ ഞാൻ സമയം എടുത്ത് തേച്ചെടുക്കുള്ളൂ.
ഈ പട്ടിമൂളുടെ സൗണ്ട് കേട്ടത് ആമി പാട്ട് പാടാൻ വേണ്ട. ആമി പാട്ട് പാടുമ്പോൾ ഇതേപോലത്തെ സൗണ്ടായിരിക്കും. എപ്പോഴും ഇങ്ങനെ അത് ഓരോ ആദ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് പൂട്ടി വയ്ക്കുമെന്ന്. എവിടെ രക്ഷയില്ല. കഴിക്കുമ്പോൾ മാത്രം മിണ്ടാതിരിക്കുള്ളൂ. അതും കഴിക്കുമ്പോഴും മിണ്ടും കേട്ടോ. അതും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കുമ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആള് ഉള്ളപ്പോൾ വീട് നല്ല അനക്കവും മേളമൊക്കെ ആയിരിക്കും കേട്ടോ. ആൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട് ഉറങ്ങിയതുപോലെയായി. അങ്ങനെ പിന്നെ പോയി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ശേഷം ഞാൻ നേരെ ആലുവിൻ്റെ യൂണിഫോം ഷർട്ട് തിരുമാൻ വേണ്ടി കയറി കേട്ടോ. അതിപ്പോൾ 2 യൂണിഫോം ഷർട്ട് ഉണ്ടായിരുന്ന ഒരെണ്ണം ഈ കുറച്ച് ദിവസം മുമ്പ് കീറിപ്പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ വൈകുന്നേരം പാടെ തിരുമിയിട്ട് പിറ്റേ ദിവസം ഇട്ടുണ്ട് പോണത്. ഷർട്ട് പിന്നെ അധികം നൈസായിട്ടുള്ള തുണിയായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും യൂണിഫോം തയ്പ്പിക്കണം. യൂണിഫോം ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് 2 ജോഡി തയ്പ്പിക്കാൻ പറ്റും. ഈ ഒരു മാസം കൂടി ഇങ്ങനെ കൂടി ഇട്ടുണ്ട് പോട്ടെ എന്ന് കരുതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇത് എല്ലാവർക്കും ചോറ് കൊടുത്തപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടി പോണേണ്ട. അപ്പോൾ ആമിക്കുട്ടിക്ക് ഉണക്കച്ചമ്മി എരിവില്ലാതെ വറുത്ത് കൊടുത്ത് കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറയണേണ്ടാ കേൾക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.